നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്നെ ഈ കേസിൽ ശിക്ഷിച്ച് ജയിലിലേക്ക് അയച്ചാലും സച്ചിയുടെ സഹായം ഇക്കാര്യത്തിൽ സ്വീകരിക്കരുത്. അത്രയെങ്കിലും നീതി നിങ്ങൾ എന്നോട് കാണിക്കണം. Excuse me. വരൂ. ഇരിക്കോ. ഇരുന്നോളൂ മാഷേ. ഇരിക്കണ്ട. സച്ചി സാറിന് എനിക്ക് നേരത്തെ അറിയാം. സിറ്റിയിൽ നടക്കുന്ന പല സോഷ്യൽ ആക്ടിവിറ്റീസിലും ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞപ്പോഴാ അനന്തം മാഷിനെ കുറിച്ചൊരു ചിത്രം എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ കേസിലെ പ്രതിയായല്ല മാഷിനെ ഞാൻ കാണുന്നത്. കൊടുക്കാനുള്ള പണം കൊടുത്താൽ പരാതിക്കാരൻ കോംപ്രമൈസിന് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. FIR ഇടുന്നതിന് മുൻപ് അത് തീർക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും നല്ലത്. ഞങ്ങളും അതിന് തയ്യാറാണ്. പക്ഷേ പണം റെഡിയാക്കാൻ ഒരു 2-3 ദിവസം സമയം കൂടി വേണം. അതിനവർ തയ്യാറാകുമെന്നറിയില്ല. ചിലപ്പോ സച്ചി സാറിനെ പോലെ ഒരാൾ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അവർ സമ്മതിച്ചെന്നും വരും. വേണ്ട സാർ, സച്ചിയുടെ ഒരു സഹായവും എനിക്ക് ഇക്കാര്യത്തിൽ വേണ്ട. പിന്നെ പണം തിരിച്ചു കൊടുക്കാൻ 2 ദിവസത്തെ സാവകാശം പോലും പരാതിക്കാർ തരില്ല എങ്കിൽ അവര് നിയമത്തിന്റെ വഴിക്ക് പൊയ്ക്കോട്ടെ. സാറിന്റെ ഡ്യൂട്ടി സാറും ചെയ്യും. ഓക്കെ, മാഷിന്റെ തീരുമാനം അതാണെങ്കിൽ എനിക്ക് FIR ഇട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനേ പറ്റൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കോടതി കേസിൽ കൂടുതൽ വിശദീകരണം ഒന്നും ചോദിക്കാതെ തന്നെ പ്രതിയെ റിമാൻഡ് ചെയ്യും. മാഷിനെ പോലെ ഒരാള് ഇങ്ങനെ ഒരു ചീറ്റിംഗ് കേസിൽ റിമാൻഡിലാകുക എന്ന് പറഞ്ഞ ദേവി അമ്മാവനത് ഞങ്ങൾക്ക് വിട്ടു. ഞങ്ങൾ എവിടെ നിന്ന് പണം വാങ്ങിക്കൊടുക്കുന്നു അമ്മാവൻ അറിയണ്ട. അതെ, ശരിയാണ്. സച്ചി 2 ദിവസത്തേക്ക് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മാത്രം മതി. അപ്പോഴേക്കും ഞങ്ങൾ പണം ഉണ്ടാക്കി കൊടുത്തോളാം. എന്റെ അനുവാദത്തോടു കൂടി അത് നടക്കില്ല ദാസ്. നിങ്ങൾക്ക് മറ്റു വഴിയൊന്നുമില്ലെങ്കിൽ അത് തുറന്നു പറയും. വെറുതെ ഇൻസ്പെക്ടറെ സമയം കൂടി കളയണ്ട. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അങ്ങേ ഇത്രമാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സച്ചി സാറിന്റെ സഹായം മാഷ് സ്വീകരിക്കാൻ തയ്യാറാകാത്തതിന്റെ കാരണം? സച്ചി നല്ലവനാ, എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന വ്യക്തിയുമാണ്. പിന്നെ എന്റെ കുടുംബ സുഹൃത്തും കൂടിയാ. പക്ഷേ സച്ചിക്കൊരു മകനുണ്ട്, ഗോകുൽ. അവനിപ്പോ ഒരു പെൺകുട്ടിയെ അപമാനിച്ചതിന്റെ പേരിൽ തിരുവനന്തപുരം സബ് ജയിലിൽ റിമാൻഡിൽ കഴിയാ. അത് സാറിനറിയോ? അങ്ങനെ ഒരു കേസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നറിയാം. എങ്കിൽ ആ കേസിൽ ഇരയായ പെൺകുട്ടിയുടെ അച്ഛനാണ് ഞാൻ. സാർ എന്റെ സ്ഥാനത്ത് നിന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ടൊന്ന് പറ, ഞാൻ എന്ത് വേണം? ആ കേസില് കോടതി വിധി വന്നാൽ മാത്രമേ ഗോകുല് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് പറയാൻ പറ്റൂ. അതെന്തെങ്കിലും ആട്ടെ, അവൻ അങ്ങയുടെ മകളെ അപമാനിച്ചതില് സച്ചി സാറിന് എന്തെങ്കിലും പങ്കുള്ളതായിട്ട് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെ ഒരു മകന് ജന്മം നൽകിയതിൽ പോലും ദുഃഖിക്കുന്നവനാണ് സച്ചി. എന്റെ മുമ്പിൽ തന്നെ പലതവണ അയാള് മകന്റെ തെറ്റിന് മാപ്പ് ചോദിച്ചു വന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് മാഷെ മകൻ ചെയ്ത തെറ്റിന് മാഷ് അവന്റെ അച്ഛനെ അകറ്റി നിർത്തുന്നത്? ഇപ്പോഴത്തെ ചില ചെറുപ്പക്കാർ ഏതൊക്കെ വഴിക്കാണ് സഞ്ചരിക്കുന്നതെന്ന് അവരുടെ രക്ഷിതാക്കൾക്ക് പോലും അറിയില്ല. പല കേസുകളിലും മക്കള് പിടിക്കപ്പെടും. അപ്പോഴാണ് അച്ഛനും അമ്മയും അറിയുന്നത് തങ്ങളുടെ മക്കൾക്ക്
മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു എന്ന്. സച്ചി സാറിന്റെ കാര്യത്തിൽ മാഷ് ഒന്നുകൂടി ആലോചിക്കണം. എനിക്കെന്റെ മകളെ ഒന്ന് വിളിക്കണം, മഞ്ചാടി. അതിനുശേഷം ഞാനൊരു തീരുമാനം പറയാം. ശരി മാഷ്. ശരി. ഓക്കെ. അച്ഛന്റെ മകളെ മാനം കെടുത്താൻ നോക്കി ഒരുത്തന്റെ അച്ഛന്റെ പണം വാങ്ങി അച്ഛന്റെ മരുമകനെ ജയിലിൽ നിന്ന് ഇറക്കാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ അച്ഛാ? ഇത് എന്റെ അച്ഛൻ അറിഞ്ഞുകൊണ്ടാവരുതേ എന്ന പ്രാർത്ഥനയില് ഞാൻ വന്നത്. അങ്ങനെ ഞാൻ വിശ്വസിച്ചോട്ടെ അച്ഛൻ. കൊച്ചിയിൽ വെള്ളക്കെട്ട്, നഗരസഭയെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നു. വടക്കൻ ജില്ലകളിൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ റിപ്പോർട്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇപ്പോൾ കിട്ടിയ വാർത്ത. ഇന്ന് നഗരമധ്യത്തിൽ നടന്നൊരു പോലീസ് അതിക്രമത്തിന്റെ നേർക്കാഴ്ചകളിലേക്കാണ് TV1 മീഡിയ ലൈവ് കടക്കുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർ പകർത്തിയ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ആദ്യം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തുറന്നു കാട്ടുകയാണ്. വാർത്തകളുടെ വിശദാംശങ്ങൾ പുറകെ. ഒരു ചെക്ക് കേസിനെ തുടർന്നായിരുന്നു നടപടി. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് നൽകിയ 15 ലക്ഷം രൂപയുടെ ചെക്ക് 3 പ്രാവശ്യം അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നാടകീയമായി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അച്ഛനാണല്ലോ വിളിക്കുന്നത്. ഹലോ അച്ഛാ, അച്ഛനിപ്പോ എവിടെയാ? അച്ഛൻ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തേ? മോളെങ്ങനെ അറിഞ്ഞു? ഒരു ഓൺലൈൻ ചാനലില് ന്യൂസ് ഉണ്ടായിരുന്നു അച്ഛാ. എന്താ അച്ഛാ പ്രശ്നം? ശരി മോളെ, ഈ കാര്യത്തിൽ എനിക്കിനി നിന്റെ അഭിപ്രായം മാത്രമേ ചോദിക്കാനുള്ളൂ. ഇനി മോള് ഫോൺ വെച്ചു, ബാക്കിയൊക്കെ അച്ഛൻ തീരുമാനിച്ചോളാം. രഘു,
ആരുടെ ഔദാര്യത്തിന് എനിക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടണ്ട. എന്റെ വീടിന്റെ പ്രമാണം ഈടുവെച്ച് ആരെങ്കിലും പലിശയ്ക്ക് പണം തരാൻ തയ്യാറാണെങ്കിൽ അത് ഞാൻ വാങ്ങിക്കാനും തയ്യാറാ. ദാ, ഇത് പണയം വെച്ച് പണം വാങ്ങി എന്നെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്തോളൂ. ഇത് വാങ്ങിക്കേ. അമ്മാവ വാങ്ങ് രഘു.